എവിടെയാടാ നീ അന്തം വിട്ട് പോകുന്നത്? ഒന്ന് പറഞ്ഞിട്ട് പോ. നിങ്ങൾ കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. നാട്ടിലെ നൊട്ടിന്നോണി ആദ്യം അറിയുന്ന ആളാണ് നമ്മളെ വാസൂട്ടി ആശാരി. വാസൂട്ടി ആശാരിക്ക് ഒരു അപകടം പറ്റി. അപകടം പറ്റിയോ? ആക്സിഡന്റാ? ആക്സിഡന്റ് ആണെന്ന് കാര്യം ഒരു അന്തസ്സുണ്ട്. പിന്നെ ഒന്ന് മാറി പറയാൻ ആവശ്യം. ഒന്ന് പറഞ്ഞിട്ട് പോടാ. എടാ രാജാ, നീ അറിഞ്ഞില്ലേ നമ്മളെ വാസൂട്ടിക്ക് ഒരു ആക്സിഡന്റ്? എവിടെ വച്ചാണെന്നൊന്നും എനിക്കറിയില്ല. വല്ല കാറോ ലോറിയോ കയറി ഇറങ്ങിയെന്നാണ് അവൻ പറഞ്ഞത്. അതാണ് കാസർഗോഡ് അന്തമുട്ട് പോയതല്ലേ? അതെ അതെ അതെ. അയ്യോ, ഞങ്ങൾ ഇന്നലെ ഒരുപാട് സമയം പച്ചക്കറി കട വെച്ച് കണ്ട് സംസാരിച്ചതാ. അപ്പോഴൊക്കെ അവര് പറയാനുള്ള മരണത്തെ കുറിച്ചായിരുന്നു തന്നെ. ജോസൂട്ടി, എന്റെ ആശാനെ കണ്ടില്ല. പുള്ളിപ്പോ ചായ കുടിച്ചിട്ട് കട ഓർക്കാൻ വേണ്ടി പോയല്ലോ. എന്താടാ? ഒരാവശ്യത്തിന് കാണിക്കില്ല. എന്താ കാര്യം? നീ ഇങ്ങോട്ട് വന്നേ. ഞാനാ? ഇങ്ങോട്ട് വാ. എന്താടാ? വാ. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലേ? അത് തരക്കേടില്ല. ഇങ്ങക്ക് ജീവിക്കാൻ മാർഗമില്ലേ പിന്നെ ഈ ദുനിയാവിൽ ആർക്കാ ജീവിക്കാൻ മാർഗം ഉണ്ടാവുക? അമ്മട്ടിക്ക പറഞ്ഞൊക്കെ ശീലിച്ചു പോയ എന്റെ വലിയ കുട്ടി. അത് തരക്കേടില്ല. 2 ഏക്കർ സ്ഥലം ടൗണില്, 2 മക്കള് ഗൾഫില്. ദേ പടച്ചോനെ പറ്റിക്കാൻ നോക്കണ്ട കേട്ടോ, മൂപ്പർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അല്ല, നിങ്ങളിപ്പോ മാർക്കറ്റില് കാണാനില്ലോ, ഇപ്പൊ പരിപാടി ഇല്ലേ? അതൊക്കെ അങ്ങ് നിർത്തി എന്റെ വലിയ കുട്ടി. ഒന്നും പറയണ്ട, പിള്ളേർക്ക് നാണക്കേട്. അവന്മാരൊക്കെ ഗൾഫിൽ വലിയ എഞ്ചിനീയറും ബിസിനസ്സുകാരും ഒക്കെ ഇല്ലയോ. വാപ്പ അടക്കാൻ പോകുന്ന അവന്മാർക്ക് നാണക്കേടാ. അതുകൊണ്ട് അവന്മാരുടെ നിർബന്ധം കൊണ്ട് ഞാൻ അതൊക്കെ അങ്ങ് നിർത്തി. അത് ശരി. അല്ല, ഇനിയിപ്പോ എന്ത് നിർത്താൻ പറഞ്ഞാലും ഞങ്ങള് നാട്ടുകാര് നിങ്ങളെ 60 മുട്ടിനെ വിളിക്കൊള്ളോട്ടാ. അതിലൊരു നാണക്കേടും ഇല്ല എന്റെ വലിയ കുട്ടി. 60 കൊണ്ട് വലിയ അവന്മാരൊക്കെ ഗൾഫിൽ പോയതും എഞ്ചിനീയർ ആയതും ഒക്കെ ഞാൻ ഈ കണ്ടൊക്കെ ഉണ്ടാക്കിയതും ആ കാശുകൊണ്ടാ. അതുകൊണ്ട് എനിക്കൊരു നാണക്കേടും ഇല്ല. അതൊക്കെ നാട്ടുകാർക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അല്ല, നിനക്കിപ്പോ പാൻ്റൊക്കെ തയ്ക്കാക്കിട്ട് തുടങ്ങിയോ? ഇത് ഇവിടെ തയ്ക്കാൻ തന്നൊന്നല്ല, അതിന്റെ അലിയൊക്കെ തന്നതാ ഗൾഫിന്നേ. അപ്പൊ ഞാൻ തേച്ചിട്ട് കൊണ്ടുപോയി വിചാരിച്ചു. അതാ ഞാനും ആലോചിച്ചു. അങ്ങനെ വരാൻ സാധ്യതയില്ല. ഒന്നും ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് കിട്ടൂല. അല്ല, ഇങ്ങടെ ഒരു പോത്തിനെ കാണാണ്ടായി എന്ന് പറഞ്ഞേ. വലിയ കുട്ടി, അത് വലിയ രസമാ. ഞാൻ ഈ പെരുന്നാളിന് പഴയ ഓർമ്മയ്ക്ക് വെട്ടാനായിട്ടൊരു പോത്തിനെ മേടിച്ചു കേട്ടോ. ഒന്ന് തീറ്റ എടുത്തോട്ടെന്നും പറഞ്ഞ് ഒന്ന് അഴിച്ചു വിട്ടു. എന്റെ പൊന്നെ, എങ്ങാണ്ടോ നിന്നോണ്ട് ഒരു എരുമ കയ്യും കാലും കാണിച്ചാൽ അതിന്റെ പുറകെ അങ്ങ് പോയി. പിന്നെ ഞാൻ അതിന്റെ പുറകെ ഓടാനും ഒന്നും പോയില്ല. പഴയതുപോലെ വലിയ ശ്വാസം മുട്ടല, കിതപ്പാ, ഭയങ്കര കിതപ്പാ. അല്ലപ്പാ, അതിന്റെ പിന്നാലെ പോയിട്ടും കാര്യമൊന്നുമില്ല. അതിപ്പോ മനുഷ്യനായാലും പോത്തായാലും അങ്ങനെ നാട്ടിലെ കഥകളൊക്കെ നമ്മള് കേൾക്കണല്ലേ. പിന്നെ ആശാനെ എവിടെ പോയി കിടക്കണേ? ഇവിടെ എത്ര ബട്ടൺസ് തുന്നാണ്ട്. അപ്പൊ പോയതാ അവിടുന്ന്? എന്ത് പോയി? എന്ത് പോയിന്ന്? വാസോട്ടം പോയി. എന്താ തെറ്റാലും പറഞ്ഞേ? വാസോട്ടന്റെ വീട് പോയി. എന്താ പറഞ്ഞേ? വാസോട്ടന്റെ വീട് പോയി. തെളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞേ? എന്റെ ആശാനെ, ആളും പരിപാലകളായിട്ട് വാസോട്ടന്റെ വീട് ജപ്തി ചെയ്തു. ഇപ്പൊ പുറത്തായിട്ട് എല്ലാരും. തന്നോട് ആര് പറഞ്ഞേ? ഞാൻ കണ്ടല്ലേ, നേരിട്ട് കണ്ട. എനിക്ക് നീ പറയുന്നത് കുട്ടി എന്ത് കേക്കണത്? എന്താ? വാസൂട്ടിയുടെ വീട് ജപ്തി ചെയ്തെന്ന് ബാങ്കുകാർ വന്നിട്ട് ഇപ്പൊ അവനെ അമ്മനെയും ഭാര്യനെയും മക്കളെയൊക്കെ പുറത്തിറക്കി നിർത്തിയൊക്കെയാണ് അവര്. ആശാരി വാസൂട്ടി. ഇവര് രണ്ടുപേരും കൂടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൊരു കച്ചവടം ചെയ്തില്ലേ? എന്ത്? ഇനി അത് പറ. എടാ, നീ പള്ളിവളപ്പിൽ തേങ്ങ വീണ പോലെ ഇരിക്കാതെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്നു. എന്താ ജോസൂട്ടി ഇപ്പൊ കാട്ടുക? അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ രണ്ടുപേരും കൂടി ലാഭം കിട്ടാൻ വേണ്ടിട്ട് ചെയ്ത പണിയാണോ? ഉണ്ടാക്കിയ കച്ചവടല്ലേ? ഞാൻ കച്ചവടം ഉണ്ടാക്കുന്ന ഞാൻ അന്ന് പറഞ്ഞ ഇവനൊക്കെ മൂട്ടി തുണിയില്ലാത്തവനൊക്കെ പങ്കു ചേർക്കണ്ട. ആ ഗൾഫിൽ നിന്ന് വന്ന ജോസിനെ കൂടി ചെയ്യാൻ നിന്നോട് ഞാൻ പറഞ്ഞ. എനിക്ക് വിശ്വാസം ചേർക്കാൻ പറ്റുള്ളൂ. അതാ വിശ്വാസമുള്ളവൻ പുറത്ത് നിൽക്കുകയാണ്. അവനെ എന്തെങ്കിലും ചെയ്ത് നീ സംരക്ഷിക്ക്. ഞാനിപ്പോ എന്ത് ചെയ്യും? എന്ത് കാട്ടപ്പോ അവർക്കൊരു സാധനം? ഭാര്യക്കുട്ടി അവനും ഭാര്യയും മക്കളും അമ്മയും ഒക്കെ കൂടി പുറത്ത് നിൽക്കണെന്നുള്ളത് കണ്ട സാധനങ്ങളൊക്കെ വാരി കെട്ടിയിട്ട്
ഇനി ഭാര്യ മക്കളും പോട്ടെ നോക്കാം. നിനക്ക് ആ തള്ളനെ മറക്കാൻ പറ്റുമോ? നിന്റെ ഉമ്മ മരിച്ചു പോയപ്പോ നിനക്ക് മുലപ്പാലി ഒന്ന് വളർത്തി തള്ളയല്ലേ അത്? കുറ്റപ്പെടുത്തുന്നത് എന്താണ്? പിന്നെ അവര് വഴിയാതാരവുമ്പോ നിനക്ക് ലാഭം കിട്ടാൻ വേണ്ടിയല്ലടാ അവന്റെ കുടുംബം തന്നത്. വർത്താനം പറയരുതിട്ട് ജോസുക്കെ. ഈ ഉണ്ടാക്കിയൊരു കച്ചവടമാണ്. ഇന്ത്യയിൽ കാര്യം അറിയില്ല. ഞാനൊരു 8 ലക്ഷം റുപ്യ വേറെ ആളെങ്കിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ 10 കഴി ഓനക്ക് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഓനെ ഞാൻ ഇതിന് ചേർത്തത്. എടാ അവനൊരു ആപത്ത് വരുമ്പോ നീ ഇങ്ങനെ പള്ളിവളപ്പിൽ തേങ്ങ വീണ പോലെ നിന്നിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ചെയ്യണ്ടേ? എന്തപ്പോ ഞാൻ ചെയ്യാ? അവനൊരു താമസിക്കാൻ ഒരു വീട് ഒപ്പിച്ചു കൊടുക്ക്. എന്റെ പരിചയത്തില് എവിടെയും എനിക്കറിയോ അല്ല വാടക വീട്? അയിമൂട്ടിക്ക, നിങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് രമേശൻ നായരുടെ വീട് ഒഴിഞ്ഞെടുപ്പില്ലേ? അയാളുടെ മോനും മരുമോളും ഒക്കെ കൂടെ ഗൾഫിൽ നിന്ന് വന്ന് അവർക്ക് അവിടെ താമസം തുടങ്ങി. വേണ്ട, വേറെ ഏതെങ്കിലും എനിക്ക് പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? പരിക്കുട്ടി ഇവിടെ വാടകയ്ക്ക് വീട് കൂടി ചെന്നാ കിട്ടുവോ? നമുക്ക് അറിയാൻ പാടില്ലാത്ത പ്രദേശമായിട്ടാണ്. മാത്രമല്ല ചോദിക്കുന്ന ഡെപ്പോസിറ്റ് കൊടുക്കണമെന്ന്. അതിന് അവന്റെ അടുത്ത് എന്തിരുന്നിട്ട് ഇനി ഞാൻ ആ വണ്ടി കയറ്റി വെച്ചേക്കണ കാശ് ഇവിടുന്ന് ഒപ്പിച്ചു കൊടുക്കണം. രാത്രിയാണതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണോട്ടെ പരിക്കുട്ടിയത്. ആടാ, നീ ലാഭം കിട്ടണതിന് നിന്നാ മതിയടാ. എന്താ പറഞ്ഞേ 3 മാസം കൊണ്ട് ഈ കച്ചവടം നിർത്തി തരാം. ആ കച്ചവടം കഴിഞ്ഞാൽ ഓനക്ക് കാര്യം തിരിച്ചു കൊടുക്കാന്ന് ഈജിനോട് പറഞ്ഞു. അന്റെ ഞാൻ കൊണ്ടുവന്ന പാർട്ടിക്ക് നിങ്ങൾ സമ്മതിച്ചാ? നിനക്ക് ഗൾഫുകാർക്ക് ലാഭത്തിന് കൊടുക്കണ്ടേ? എടാ, ആദ്യം പറഞ്ഞ വില എന്താണ്? ആദ്യം പറഞ്ഞു ഓനിത് പണയം വെച്ചിട്ട് ആ പണയം വെച്ച കാര്യം കൂടി അവിടെ ഇറക്കണ്ടേ? അല്ലാണ്ട് ഇജ്ജ് പറഞ്ഞ വിലക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ നീ എന്തിനെത്ര കാര്യം ചെലവൊക്കെ വർത്താനൊന്നും പറയരുത് കേട്ടോ. ആ വാസുട്ടി, ഇല്ല, ഞാന് പരീക്കുട്ടിയുടെ കടയിലുണ്ട്. നീ വ്യസനിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ, വരാ, അങ്ങോട്ട് വരാ. അത് സംസാരിച്ചുകൊണ്ടിരിക്കയാണ്. എന്ത്? അയാള് വന്നിട്ടുണ്ടാ? ആ ശരി ശരി. ആ തമിഴനും വന്നിട്ടുണ്ടെന്ന് അവിടെ. ആ ചെങ്ങായി ഒന്ന് എങ്ങനെയും ഒന്ന് അടച്ചാ മതിയായിരുന്നു. ഇപ്പൊ തീരെ അടക്കൂല്ലത്. ഇനി അവനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? വന്ന് ഈ സ്ഥലം വിറ്റ് പോകുന്നവരെ അവനെ എവിടെയെങ്കിലും താമസിപ്പിച്ചേ പറ്റുള്ളൂ. അല്ലെ നിനക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. ഇക്കാന്ന് കാരണല്ലേ? പിന്നെ ആരാ കാരണം? എന്ത് ഭർത്താവ് പറഞ്ഞേ? എന്ത് ഞാൻ കാരണം? ഞാൻ ആ കച്ചവടം ചെയ്താ പോയി കാരണം ഇജ്ജ് പറഞ്ഞ് വിശ്വസിച്ചിട്ട് കച്ചവടത്തിൽ ഇറങ്ങിയതാ. നമ്മള് തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് അവനെ ഒന്ന് മാനം രക്ഷിക്കണ്ടേ? അവന്റെ എന്തെങ്കിലും ഒന്ന് ചെയ്യ പരിക്കുട്ടി. ഞാൻ എവിടേക്ക് കൊണ്ടുപോനെ? ആശാനെ, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടാ. എന്താണ്? നമ്മളെ വീട്ടിന്റെ ബാക്കിൽ 2 റൂമില്ലേ വെറുതെ കിടക്കുന്നു. ആടെ തൽക്കാലം അവരെ കൊണ്ടുവന്നിട്ട് താമസിപ്പിക്കും. ആ നിൽപ്പ് കാണാൻ പറ്റുന്നില്ല ആശാനെ. കണ്ട, പൊട്ടനാണെങ്കിലും അവൻ പറഞ്ഞതിൽ വിവരമുണ്ട്. അത് മതി. നീ അങ്ങോട്ട് സമ്മതിക്ക്. ആ സമ്മതിക്കൂലടാ. നീ ലാഭം കിട്ടുന്ന കാര്യം മാത്രം ചെയ്താൽ മതി. ഭർത്താവ് ഒരു കുടുംബമായിട്ട് കൈയാണ്. ഇപ്പൊ തൽക്കാലം ഓനെ സഹായിക്കാൻ നോക്ക്. ഞാൻ റസിയാനായിട്ടൊന്ന് സംസാരിക്കാം. എന്ത് സഹായിക്കാനാണ്? എന്താ ഞാൻ ചെയ്യേണ്ടത്? നീ പറ. ജോന്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലൊന്ന് സമാനിപ്പിക്ക്. ഞാൻ റസിയാനോടൊന്ന് സംസാരിക്കട്ടെ. എന്തിനും പറ്റും. ഇന്നത്തെ ഞാൻ എന്നെ വിളിക്കാം. ഈ ചെല്ല് ബബ്ബേക്ക് തല വേണ്ടി സൈക്കിൾ എടുക്ക്. വാ, നമുക്കൊന്ന് പോയിട്ട് വരാം. ഞാൻ ഇപ്പൊ ഒന്ന് പോയിട്ട് വരാം.